ലാസ്റ്റ് മന്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം, പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ മാറ്റി വെച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ യൂസ് ചെയ്യണമെന്നുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ത്യ ആസ് എ കൺട്രി വി ആർ എ മേജർ ഇമ്പോർട്ടർ ഓഫ് ഗോൾഡ് ആൻഡ് പെട്രോൾ. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിമാൻഡ് കൂടുമ്പോൾ ഇതിൻ്റെ പ്രൈസസ് കൂടും. എസ്പെഷ്യലി ഗിവൻ ദ കറണ്ട് സിറ്റുവേഷൻ ഇതിൻ്റെ പ്രൈസസ് ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആണ്. ഈ ഇൻഫ്ലേഷൻ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം കുറച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഇൻഫ്ലേഷൻ്റെ പ്രഷറും നമ്മളെപ്പോലത്തെ കോമൺ ആൾക്കാരുടെ പുറത്താണ് വരുന്നത്. സിമിലർലി തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലും. നമുക്ക് ഇൻകം മാത്രം ഉണ്ടെന്ന് നമ്മൾ നമുക്ക് സാലറി വരുന്നുണ്ട്, മാസം അവസാനമാകുമ്പോഴത്തേക്കും കയ്യിൽ പൈസ ഇല്ല എന്ന് പറയും. കാരണം എന്താ? ഒരു ശരാശരി മലയാളി ഒരു 25 വയസ്സ് ജോലി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടാവും, ഒരു വെഹിക്കിൾ ലോൺ ഉണ്ടാവും. ഇപ്പോൾ ഈവൻ ഫോൺസ് പോലും നമ്മൾ EMI-ലാണ് എടുക്കുന്നത് 2 ലക്ഷം രൂപയുടെ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ് GPayയും ഫോൺപേയും. നമുക്ക് എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയത്ത പോലുമില്ല. നേരത്തെ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ATM-ൽ പോയി പൈസ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പെൻഡിങ് നടക്കുക. പക്ഷെ നമ്മൾ ഈ സ്പെൻഡിങ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇൻകം മാത്രം കൂട്ടാൻ നോക്കും. നമ്മൾ സാലറി കൂടുന്നതനുസരിച്ച് അതിനപ്പുറത്ത് എക്സ്പെൻസ് കൂടുന്നതിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫോർ ഫ്യൂച്ചർ പ്ലാനിങ് we should not be focusing just on our income but on how we are spending that money also. And that's exactly why financial clarity matters, and that's what we help people to achieve at Phoenix Global Advice.